ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയറ്റുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലേക്ക് പോകാം. അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗൊമോര രാജാവിൻ്റെ പേര് എന്തായിരുന്നു എന്നാണ്. അതിൻ്റെ ഉത്തരം ബിർസ എന്നായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ആത്മാരാജാവിൻ്റെ പേര് ഷിനാബ് എന്ന് ആയിരുന്നു. അടുത്ത ചോദ്യം, സെബോയീം രാജാവ് ആരായിരുന്നു? സെബോയീം രാജാവ് ഷെമേബർ ആയിരുന്നു. ബേലയിലെ രാജാവ് ആരായിരുന്നു? സോവാർ ആയിരുന്നു ബേലയിലെ രാജാവ്. അടുത്ത ചോദ്യം, ഉപ്പുകടലിൻ്റെ സ്ഥാനത്ത് പണ്ടുണ്ടായിരുന്ന താഴ്വര ഏതാണ് എന്നാണ്. സിദ്ധീം താഴ്വരയായിരുന്നു. നാല് രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് യുദ്ധത്തിനായി ഒത്തുകൂടിയ സ്ഥലം ഏത്? സിദ്ധീം താഴ്വരയായിരുന്നു. കാദേശിൻ്റെ മറുപേര് എന്ത്? കാദേശിൻ്റെ മറുപേര് ഏൻ മിസ്പാത്ത് എന്നായിരുന്നു. കീൽ കുഴികൾ വളരെ ഉണ്ടായിരുന്ന താഴ്വര ഏത്? അതും സിദ്ധീം താഴ്വരയായിരുന്നു. അബ്രഹാമിനെ എബ്രായൻ എന്ന് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? അതിൻ്റെ റെഫറൻസ് പറയാനായിരുന്നു. ഉൽപ്പത്തി 14 അധ്യായം 13 വാക്യത്തിലാവുന്നു. അബ്രഹാമിന് എത്ര അഭ്യാസികൾ ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. അബ്രഹാമിന് 318 അഭ്യാസികൾ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, രാജതാഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ് എന്നായിരുന്നു. അതിൻ്റെ ഉത്തരം ഷാവേ താഴ്വര. അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത് ആര്? ശാലേം രാജാവായ മൽക്കിസേദക്ക് ആയിരുന്നു അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത്. ആദ്യം ദർശനം കണ്ട വ്യക്തി ആരായിരുന്നു? അബ്രഹാമാണ് ആദ്യമായി ദർശനം കണ്ട വ്യക്തി. ആദ്യം യഹോവയ്ക്ക് ദശാംശം കൊടുത്തത് ആര്? അബ്രഹാമാണ് ആദ്യമായി യഹോവയ്ക്ക് ദശാംശം കൊടുത്തത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ ശാലേം രാജാവ് ആര്? അതിൻ്റെ ഉത്തരം മൽക്കിസേദക്കായിരുന്നു. അബ്രഹാമിനോട് കൂടെ വന്നവരിൽ സോദാം രാജാവിനോട് ഓഹരി പ്രാപിച്ചതാരെല്ലാം? അതിൻ്റെ ഉത്തരം ആനേർ, എസ്കോൽ, മമ്രെ.
അബ്രാം യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്തത് ആരോട്? അതിൻ്റെ ഉത്തരം സോദോം രാജാവായ ബേരയോട്. അബ്രഹാമിൻ്റെ ദാസൻ ആര്? അബ്രഹാമിൻ്റെ ദാസൻ എലിയാസർ ആയിരുന്നു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ആർക്ക്? അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ആർക്ക്? അബ്രഹാമിനാണ്. മനുഷ്യർ തമ്മിലുള്ള ആദ്യ ഉടമ്പടി ഏത്? ആദ്യ ഉടമ്പടി അബ്രഹാമും സോദോം രാജാവും ആയിട്ടുള്ളതാണ്. അബ്രഹാം എന്തിനെയാണ് റാഞ്ചിക്കളഞ്ഞത്? അബ്രഹാം റാഞ്ചിക്കളഞ്ഞത് റാഞ്ചൻ പക്ഷികളെ ആയിരുന്നു. അടുത്ത ചോദ്യം, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗാഢനിദ്ര വന്നത് ആർക്ക്? സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗാഢനിദ്ര വന്നത് അബ്രഹാമിനായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞു. പലരും അതിന് ആൻസർ വിട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, അബ്രഹാമിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് എത്ര വർഷം പ്രവാസികളായി പാർക്കും എന്നാണ് യഹോവ അരുളി ചെയ്തത്? അബ്രഹാമിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് എത്ര വർഷം പ്രവാസികളായി പാർക്കും എന്നാണ് യഹോവ അരുളി ചെയ്തത്? രണ്ടാമത്തെ ചോദ്യം, സാറായുടെ മിസ്രൈമ്യ ദാസിയുടെ പേരെന്ത്? സാറായുടെ മിസ്രൈമ്യ ദാസിയുടെ പേരെന്ത്? എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ആര് ആരോട് പറഞ്ഞു? എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ആര് ആരോട് പറഞ്ഞു? അടുത്ത ചോദ്യം, ജനനത്തിന് മുൻപ് ജനിക്കുമെന്ന് രേഖപ്പെടുത്തിയ പ്രഥമ വ്യക്തി ആര്? ജനനത്തിന് മുമ്പ് ജനിക്കുമെന്ന് രേഖപ്പെടുത്തിയ പ്രഥമ വ്യക്തി ആര്? അടുത്ത ചോദ്യം, യജമാനത്തി കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ടു ഓടിപ്പോയ ദാസി ആര്? യജമാനത്തി കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ടുപോയ ദാസി ആര്? അടുത്ത ചോദ്യം, യഹോവയുടെ ദൂതൻ എവിടെ വച്ചാണ് ഹാഗറിനെ കണ്ടത്? യഹോവയുടെ ദൂതൻ എവിടെ വച്ചാണ് ഹാഗറിനെ കണ്ടത്? അടുത്ത ചോദ്യം, ഹാഗറിൻ്റെ മകൻ്റെ പേരെന്ത്? ഹാഗറിൻ്റെ മകൻ്റെ പേര് എന്ത്? കാട്ടുകഴുതിയെ പോലെയുള്ള മനുഷ്യൻ ആര്? കാട്ടുകഴുതിയെ പോലുള്ള മനുഷ്യൻ ആര്? സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുന്നവൻ ആര്? സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുന്നവൻ ആർ? ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചവൾ ആര്?
ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചവൾ ആര്? ദൈവം പേര് മാറ്റിയ ദമ്പതികൾ ആരെല്ലാം? ദൈവം പേര് മാറ്റിയ ദമ്പതികൾ ആരെല്ലാം? കാദേശിനും ബേരേദിനും മധ്യേ പേരിനാൽ അറിയപ്പെടുന്ന കിണർ ഏത്? കാദേശിനും ബേരേദിനും മധ്യേ പേരിനാൽ അറിയപ്പെടുന്ന കിണർ ഏത്? ഇസ്മായേൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് എത്ര വയസ്സുണ്ടായിരുന്നു? ഇസ്മായേൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് എത്ര വയസ്സ് ഉണ്ടായിരുന്നു? അബ്രഹാമായപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? അബ്രഹാമായപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അബ്രഹാമിൻ്റെ ആദ്യത്തെ പേരെന്ത്? അബ്രഹാമിൻ്റെ ആദ്യത്തെ പേര് എന്ത്? അബ്രഹാമിനും ദൈവത്തിനും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളം എന്ത്? അബ്രഹാമിനും ദൈവത്തിനും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളം എന്ത്? ഏറ്റവും കൂടിയ പ്രായത്തിൽ പരിച്ഛേദന ഏറ്റ വ്യക്തി ആര്? ഏറ്റവും കൂടിയ പ്രായത്തിൽ പരിച്ഛേദന ഏറ്റ വ്യക്തി ആര്? അടുത്ത ചോദ്യം, എത്രാമത്തെ ദിവസമാണ് പരിച്ഛേദന ഏൽക്കേണ്ടത്? എത്രാമത്തെ ദിവസമാണ് പരിച്ഛേദന ഏൽക്കേണ്ടത്? അടുത്ത ചോദ്യം, ബഹുജാതികൾക്ക് മാതാവായി തീർന്നവൾ ആര്? ബഹുജാതികൾക്ക് മാതാവായി തീർന്നവൾ ആര്? അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കുമെന്ന് യഹോവ വാഗ്ദത്തം ചെയ്തത് ആരെക്കുറിച്ച്? അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കുമെന്ന് യഹോവ വാഗ്ദത്തം ചെയ്തത് ആരെക്കുറിച്ച്? അബ്രഹാം പരിച്ഛേദന ഏറ്റപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? അബ്രഹാം പരിച്ഛേദന ഏറ്റപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഇസ്മായേൽ പരിച്ഛേദന ഏറ്റപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഇസ്മായേൽ പരിച്ഛേദന ഏറ്റപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഒരേ ദിവസം പരിച്ഛേദന ഏറ്റ അപ്പനും മകനും ആരെല്ലാം? ഒരേ ദിവസം പരിച്ഛേദന ഏറ്റ അപ്പനും മകനും ആരെല്ലാം? ഓക്കെ, ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിച്ചു. ഉത്തരം എഴുതുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.